ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓർഡർ റിലേഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ ലെക്സിക്കോഗ്രാഫിക് ഓർഡറിംഗ് വരെയാണ് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പാർഷ്യലി ഓർഡേർഡ് സെറ്റ് അല്ലേ. അപ്പോൾ സെറ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. എന്താ പാർഷ്യലി ഓർഡേർഡ് സെറ്റ്? ഈ സെറ്റ് വിത്ത് പാർഷ്യൽ ഓർഡർ. പാർഷ്യൽ ഓർഡർ ആയപ്പോൾ റിഫ്ലെക്സീവ് ഉണ്ടാവണം, പിന്നെ ട്രാൻസിറ്റിവിറ്റി ഉണ്ടാവണം, പിന്നെ ആൻറ്റിസിമെട്രിസിറ്റി ഉണ്ടാവണം അല്ലേ. റിഫ്ലെക്സീവ് ആവണം, ട്രാൻസിറ്റീവ് ഉണ്ടാവണം, ആൻറ്റിസിമെട്രിക് ഉണ്ടാവണം. ഈ സെറ്റ് വിത്ത് ഈ പാർഷ്യൽ ഓർഡർ റിലേഷൻ നമ്മൾ ഫസ്റ്റ് സെറ്റ് പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി നോക്കാം അടുത്തൊരു ഡെഫിനിഷൻ നോക്കാം. അപ്പർ ബൗണ്ട് എന്താണ് ഡെഫിനിഷൻ? Let x less than or equal to be a partially ordered set. A set with partial order relation. That is set. Be a partially ordered set. Partially ordered set. Set. A subset of x and x in x. Then we say x is an upper bound. X is an upper bound. Upper bound of A is for every A in A less than or equal to that is. Okay. എന്തിൻ്റെ ഡെഫിനിഷനാണ്? അപ്പർ ബൗണ്ട് ഓഫ് എ. അതായത് നമ്മുടെ കയ്യിൽ ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? എക്സിൻ്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആൾ എവിടെയാണ്? ഈ എക്സിലാണുള്ളത്. ഈ എക്സിനെ നമ്മൾ അപ്പർ ബൗണ്ട് എന്ന് എപ്പോഴാണ് വിളിക്കുക? ഏതൊരു എലമെന്റ് ഞാൻ എ നിട്ടാലും ക്യാപിറ്റൽ എ നിട്ട് കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടണം? ഫോർ എവറി എ ഇതിനേക്കാളൊക്കെ ഏതൊരു എലമെന്റ് ഞാൻ ഈ എ നിട്ട് കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ വലുതായിരിക്കണം നമ്മുടെ ഈ എക്സ് നിൽക്കുന്ന എക്സ്. അങ്ങനെയാണെങ്കിൽ ആ എക്സിനെ നമ്മൾ അപ്പർ ബൗണ്ട് എന്ന് പറയും. അപ്പർ ബൗണ്ട് ഓഫ് ദ സെറ്റ് എ എന്ന് പറയും. ഓക്കെ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. ഇതായിരിക്കണം ഏറ്റവും വലുതായിരിക്കേണ്ടത്. ഏതൊരു എലമെന്റ് ഞാൻ ഈ എ എടുത്തു കഴിഞ്ഞാലും ഈ എന്താണ് എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ആയിരിക്കണം. ഓക്കെ, ഇനി ലോവർ ബൗണ്ട് എന്താണ്? അടുത്ത ഡെഫിനിഷൻ ലോവർ ബൗണ്ട് എന്താണ്? എക്സ് ഈസ് എ lower bound of A is for every A in A എന്തായിരിക്കണം? A greater than or equal to X ആയിരിക്കണം. ഈ A ആയിരിക്കണം ഏറ്റവും ചെറുതായിട്ടുണ്ടാവേണ്ടത്. ആ എക്സ് ഈ എക്സിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം ഈ എയിലുള്ള എല്ലാ എലമെന്റ്സും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ എക്സിനെ ലോവർ ബൗണ്ട് ഓഫ് എ എന്ന് പറയും. ഓക്കെ, അടുത്തൊരു ഡെഫിനിഷൻ മാക്സിമം ഡെഫിനിഷൻ. മാക്സിമം x is called maximum or largest or greatest. maximum എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ആണ്. ഒരേ മീനിങ് ആണ്. എലമെന്റ് ഓഫ് എ is x in A and x is an upper bound of A. Okay.
എക്സിനെ മാക്സിമം എലമെന്റ് ഓഫ് എ എപ്പോഴാണ് നമ്മൾ പറയാം? എ മാക്സിമം എപ്പോഴാ പറയാം? ഈ എക്സിന്റെ ഈ എക്സ് എന്താവണം? ആ എയിൽ ഉണ്ടാവണം. ആൻഡ് എന്താണ് എക്സ് എന്താവണം? അടുത്ത അപ്പർ ബൗണ്ട് ആവും. അത് അപ്പർ ബൗണ്ടിൽ എന്താ പറ്റിയിരുന്നത്? എ സബ്സെറ്റ് ഓഫ് എക്സ്. ഈ എക്സ് എവിടെയാണ്? ഈ എക്സ് എക്സിലുള്ള ആളാണ്, എയിലുള്ളതല്ല. ഇവിടെ മാക്സിമത്തിൽ എന്താണ്? ഈ എക്സ് എയിൽ തന്നെ ഉണ്ടാവണം. ആ എക്സ് എയിലുള്ള എല്ലാ എലമെന്റ്സിൽ ഒരാളാണ് എക്സ്. അപ്പൊ ആ എക്സ് എന്താണ്? ഈ എയിലുള്ള ബാക്കി എല്ലാ എലമെന്റ്സിനേക്കാൾ മാക്സിമം ആണ് നമ്മൾ പറയാ. ആ എക്സ് എന്താവണം? അപ്പർ ബൗണ്ട് ആവണം. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ എന്താണ് ഏറ്റവും ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ആ ഈ എലമെന്റ് ആയിരിക്കണം ഗ്രേറ്റർ അല്ലെ? ഈ എക്സ് ആയിരിക്കണം ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിനെ ഈ എക്സിനെ മാക്സിമം എന്ന് പറയും. ഇനി മിനിമം. X is called a minimum or smallest or least element of A if X in A and X is a lower bound of A. Okay. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ ഡെഫിനിഷൻസ് എന്താണ്? അപ്പർ ബൗണ്ട് എന്താന്ന് പറഞ്ഞു, ലോവർ ബൗണ്ട് എന്താന്ന് പറഞ്ഞു, മാക്സിമം മിനിമം. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഏതൊരു എ ഞാൻ എടുത്തു കഴിഞ്ഞാലും ഈ എ എന്തായിരിക്കണം? ഈ എക്സിനെക്കാളും ഏന്നുള്ള എല്ലാ എലമെന്റ്സും ഈ എക്സിനെക്കാളും ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എക്സിനെ അപ്പർ ബൗണ്ട് പറയും. ലോവർ ബൗണ്ട് എന്നിട്ട് ഈ ആളെന്തായിരിക്കണം? തിരിച്ചായിരിക്കണം അല്ലെ? എ ആയിരിക്കണം അവിടെ എക്സിനെക്കാൾ ഗ്രേറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ഏറ്റവും ചെറുത് നമ്മൾ ലോവർ ബൗണ്ട് പറയും. മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് എലമെന്റ് ഏതെടുത്ത് കഴിഞ്ഞാലും ആ എക്സ് ആയിരിക്കണം അവിടുത്തെ ഏറ്റവും അപ്പർ ബൗണ്ട്. അവിടുത്തെ ഏറ്റവും ലോവർ ബൗണ്ട് എക്സ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ മിനിമം എലമെന്റ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ഡെഫിനിഷൻ maximal. എപ്പോഴാണ് നമ്മൾ ആ എക്സിനെ മാക്സിമം x is called maximal element of A. Maximal element of A if x in A and for every A in A x less than or equal to A implies x equal to A. X ആണ് മാക്സിമൽ. അവിടെ മാക്സിമൽ എപ്പോഴാണ് പറയുക? x in A and for every A in A x എന്തായിരിക്കണം? x ഈ A നിൽക്കുന്ന x എന്താണ്? ഞാൻ ഏതൊരു A എടുത്തു കഴിഞ്ഞാലും ഈ x അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ x എന്നാലും ഏനേക്കാളും ചെറുതായി കഴിഞ്ഞാൽ എന്താണ്? ആ എക്സ് എയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മുടെ എലമെന്റ്സിനെ നമ്മൾ മാക്സിമൽ എന്ന് പറയും. എക്സാമ്പിൾ നോക്കുമ്പോൾ പറയാം. ഓക്കെ, അടുത്ത മിനിമന്റെ ഡെഫിനിഷൻ നോക്കാം. An element
x in x is called minimal element if x in a and for every a in a less than or equal to x implies x equal to a. ഇവിടെ x less than or equal ചെയ്യുകയാണെങ്കിൽ ഇവിടെ a less than or equal to x minimal. ഇനി അടുത്ത ഡെഫിനിഷൻ ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ സുപ്രീമം എന്താണ്? Or supremum of a if x is the least element of set of all upper bounds of a. Bounds of a. അപ്പോൾ നമ്മൾ ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ സുപ്രീമം എന്ന് പറയാം. ആ എക്സ് എന്തായിരിക്കണം? അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ലീസ്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സുപ്രീമം അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് പറയും. അടുത്ത ഡെഫിനിഷൻ ഇൻഫീമം അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അതൊക്കെ പറയാം an element x in x is called greatest lower bound or infimum of a if x is the greatest element of set of all lower bounds of a. അതെന്തായിരിക്കണം? ലോവർ ബൗണ്ട്സുകളിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അല്ലെങ്കിൽ ഇൻഫിമം കിട്ടും. ഓക്കെ, അടുത്ത വേറൊരു ഡെഫിനിഷൻ ബൗണ്ടഡ്. നമ്മൾ സെറ്റ് ബൗണ്ടഡ് എന്ന് പറയാം. അത് ബൗണ്ടഡ് എബോവ് ആയിരിക്കണം, ബൗണ്ടഡ് ബിലോയും ആയിരിക്കണം.